അക്കാലങ്ങളിൽ യെരൂശലേമിൽ നിന്നും ചിതറിപ്പോകുന്ന യഹൂദൻ യെരൂശലേമിനെ മറക്കാൻ അവർക്ക് പറ്റുകയില്ല. കാരണം പിതാക്കന്മാരുടെ കല്ലറയുള്ള ദേശം, അവരുടെ ആലയമുള്ള സ്ഥലം, അത് മറക്കാൻ പറ്റുകയില്ലാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യുന്നറിയാമോ? വലങ്കയിൽ മായാത്ത മഷി കൊണ്ട് യെരൂശലേമിൻ്റെ ചിത്രം വരച്ചു വെച്ചിരിക്കും. നിങ്ങൾ നല്ലൊരു ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ യെരൂശലേം പട്ടണത്തിൻ്റെ ചിത്രം അതിനകത്ത് വരച്ചു വെച്ചിട്ടുണ്ട്, മതിലോട് കൂടിയ ചിത്രം. എന്നിട്ട് ഇത് യഹൂദൻ തൻ്റെ വലങ്കയിൽ മായാത്ത മഷി കൊണ്ട് വരച്ചിരിക്കും. അവൻ അന്യദേശത്താണെങ്കിലും കൊള്ളാം, വിദേശത്താണെങ്കിലും കൊള്ളാം, ഈ വരച്ചിട്ടിരിക്കുന്നത് കൊണ്ട് കൈ എപ്പോഴൊക്കെ എടുക്കുമോ, വലങ്കൈ എപ്പോഴൊക്കെ എടുക്കുമോ, അപ്പോഴെല്ലാം യെരൂശലേമിനെ ഓർത്ത് സ്തോത്രം ചെയ്യും. കർത്താവേ, ഞങ്ങളെ മടക്കി വരുത്തണമേ, പിതാക്കന്മാരുള്ള ദേശത്തേക്ക് മടക്കി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഇത് സഹായിക്കും. അതുകൊണ്ടാ 137 സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ബാബേൽ നദികളുടെ തീരത്തിരുന്നപ്പോൾ അവർ സിയോനെ ഓർത്ത് കരഞ്ഞു എന്ന് പറഞ്ഞിട്ട് 5-ാമത്തെ വാക്യത്തിൽ പറയുക, അയ്യോ, ഞങ്ങൾ യെരൂശലേമിനെ മറക്കുന്നു എങ്കിൽ ഞങ്ങളുടെ വലങ്കയ്യെ മറന്നു പോകട്ടെ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? വലങ്കയിൽ യെരൂശലേമിൻ്റെ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്, അത് മറക്കുകയാണെങ്കിൽ ഞങ്ങൾ വലങ്കയ്യെയാ മറക്കേണ്ടത്, യെരൂശലേമിനെയല്ല. അപ്പോൾ യെരൂശലേമിനെ ഉള്ളങ്കയിൽ വരച്ചു വെച്ചിട്ടുണ്ട് യഹൂദൻ. ആ യഹൂദനോടാ അവരെ അന്യദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോഴത്തേക്ക് പറയുന്നത്, നിന്നെ ഞാൻ എൻ്റെ ഉള്ളങ്കയിൽ വരച്ചിട്ടുണ്ടെന്ന്. അർത്ഥം എന്താണെന്നറിയാമോ? കുഞ്ഞേ, ഇന്ന് പകൽ ദൈവം നിന്നെ എങ്ങനെ സ്നേഹിക്കുന്നു, ദൈവത്തിന് നിന്നെ മറക്കാൻ കഴിയുകയില്ല. കാരണം എന്താണെന്നറിയാമോ? അവിടുത്തെ ഉള്ളങ്കയിൽ നിന്നെ വരച്ചു വെച്ചിരിക്കുകയാണ്.